ഹായ് മക്കളെ, അബ്ദുള്ള സാറാണ്. എല്ലാ മക്കളും 10th CBSE ക്ലാസ്സസ് ഒക്കെ അടിപൊളിയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ അസ്ത്ര ബാച്ചിലും സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിലും അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും കൃത്യമായിട്ട് നമ്മൾ യൂണിറ്റ് ടെസ്റ്റും അതുകൂടാതെ മൊഡ്യൂൾ എക്സാമിനേഷനും നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. മൊഡ്യൂൾ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത് യൂട്യൂബിൽ നമ്മൾ അതിൻ്റെ ലൈവും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പല മക്കളും ചോദിച്ചിരുന്നു ഞങ്ങൾക്കും ഇതിലുള്ള ഒരു അവസരം കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടി സൈലം ഒരുക്കുകയാണ് അസ്ത്ര 2.0. ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടും ഒന്നാമത്തെ പാഠഭാഗം മുതൽ നിങ്ങൾക്ക് ലൈവിലൂടെ എടുത്തു തരുന്നതാണ്. ഓരോ ലൈവ് കഴിയുമ്പോഴും അതിൻ്റെ നോട്ട്സും സ്ലൈഡ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതാണ്. അതുകൂടാതെ DPP, അതായത് നമ്മുടെ ഏറ്റവും മക്കൾ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഭാഗമാണ് MCQ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് CBSE സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ ഹിസ്റ്ററിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ചാപ്റ്റർ 5 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 50 DPP ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 50 MCQ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിലൂടെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചാപ്റ്ററിൽ 50 MCQ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ ഒരു പാഠഭാഗം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹിസ്റ്ററിയുടെ മൊത്തം ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 300-ലധികം MCQs നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോർഡ് എക്സാമിനേഷനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ബോർഡ് എക്സാമിനേഷൻ ഫേസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എല്ലാ അർത്ഥത്തിലും പ്രാപ്തമാക്കുക എന്നുള്ളത് തന്നെയാണ് സൈലത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാവാത്ത ചില മക്കളെങ്കിലും ഉണ്ട്. അതായത് അവസാനം വെച്ച് പഠിച്ചാൽ പോലെ ഇപ്പോഴേ ഞങ്ങൾ പഠിക്കേണ്ടതില്ലല്ലോ, എക്സാമിനേഷൻ വരാൻ പോകുന്നതല്ലേ ഉള്ളൂ, ഇങ്ങനെയുള്ള ചിന്താഗതിയുമായിട്ട് മുമ്പോട്ട് പോകുന്ന മക്കളുണ്ട്. അവരോട് പറയാനുള്ളത് നമ്മൾ ഇപ്പോൾ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിനേഷൻ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ ഇന്നെടുത്ത ഭാഗം നാളെ പഠിക്കാം എന്നും പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു ബേർഡനായി മാറും അല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സും നീങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഭാഗങ്ങൾ നമ്മൾ പഠിച്ച് എടുത്തേ തീരുള്ളൂ. അപ്പോൾ അവസാനത്തേക്ക് വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുന്നത് ബോർഡ് എക്സാമിനേഷൻ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ ആ ഒരു ബോർഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് വലിയൊരു ബേർഡനായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഇനി വരുന്ന എക്സാമുകളെയും നിങ്ങൾക്ക് വളരെ വലിയൊരു പേടിയോടെ കാണേണ്ട ഒരു സാഹചര്യം വരും. കൂടാതെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈസി ആയിട്ട് ഇപ്പോൾ ഓരോ പാഠഭാഗങ്ങളും എടുക്കുമ്പോൾ അതിലെല്ലാ പോർഷൻസും എല്ലാ കൺഫ്യൂഷൻസും ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ നല്ല മാർക്കോടും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10th ബോർഡ് എക്സാമിനേഷൻ പാസ് ആവാൻ പറ്റും. 10th ബോർഡ് എക്സാമിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷനെ ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യമാണ് 10th ബോർഡ് എക്സാമിനേഷൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കോഴ്സ് എടുത്ത് പഠിക്കണമെങ്കിൽ എല്ലാ പാഠഭാഗങ്ങളും ക്ലിയർ ചെയ്ത് നല്ല സ്കോറോട് കൂടി നിങ്ങൾക്ക് പാസ്സായാൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും അഡ്മിഷൻ എടുക്കാത്ത മക്കളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം മക്കളെ. താങ്ക് യു ഓൾ, ബൈ.